Today we will discuss first about diffraction grating. It is an arrangement consisting of parallel equidistant slits and it is known as diffraction grating. The corresponding diffraction pattern is known as grating spectrum. ഇതാണ് ഗ്രേറ്റിംഗ്. ആൾട്ടർനേറ്റീവ് ട്രാൻസ്പാരൻറ്റും ഒപ്പയ്ക്കും ആയിട്ടുള്ള റീജിയൻസ് ധാരാളം എൻ സ്ലിറ്റ്സുകൾ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ സിംഗിൾ മോണോക്രോമാറ്റിക് ലൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ പച്ച ലൈറ്റാണ് യൂസ് ചെയ്തതുകൊണ്ട് ഗ്രീൻ സ്പെക്ട്രം കാണും. സെൻറ്ററിൽ നമുക്ക് 0 ഓർഡർ സ്പെക്ട്രം, ഇത് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. സെയിം ആയിട്ട് ലെഫ്റ്റ് നമുക്ക് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ നമുക്ക് കിട്ടും. ഇനി കളേർഡ് ലൈറ്റാണ്, വൈറ്റ് ലൈറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിങ്ങനെ ബിഗ് എന്നുള്ള സ്പെക്ട്രം കാണും. ഇത് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. The position of the principal maxima are given by the equation d sin theta equal to m lambda. ഇതിനാണ് ഗ്രേറ്റിംഗ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെറിവേഷൻ ഇവിടെ നമ്മൾ പറയുന്നില്ല, അത് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഇനി മെഷറിംഗ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഫോർ വേരിയസ് കളേഴ്സ്. ഡിഫറൻറ്റ് വേവ് ലെങ്ത്തിന് നമ്മൾ ഡിഫറൻറ്റ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആയിരിക്കും അത് മെഷർ ചെയ്താൽ നമുക്ക് വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഗ്രേറ്റിംഗിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇൻറ്റൻസിറ്റി മാക്സിമം ആയിട്ട് 0th ഓർഡർ ആയിരിക്കും, കാരണം അവിടെ നോ ഡിസ്പേർഷൻ ഒക്കർ. ഇനി ഇൻറ്റൻസിറ്റി കുറഞ്ഞ് വരും, നമ്മൾ ഓർഡർ കൂടുന്തോറും ഡിസ്പേർഷൻസ് കൂടി വരുന്നു എന്നർത്ഥം. ഇനി ഈ ഇക്വേഷന് ഡി സൈൻ തീറ്റ ഈക്വൽ ടു എം ലാംഡയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ഇവിടെ വിത്ത് റെസ്പെക്ട് തീറ്റയും ഇവിടെ വിത്ത് റെസ്പെക്ട് ലാംഡയും ചെയ്താൽ ഡി സൈൻ തീറ്റയുടേത് കോസ് തീറ്റ, വിത്ത് റെസ്പെക്ട് തീറ്റ ആയതുകൊണ്ട് ഡി തീറ്റ, ലാംഡൻ്റെത് വിത്ത് റെസ്പെക്ട് ലാംഡ ഡി ലാംഡ. ദർഫോർ ഡി കോസ് തീറ്റ ഡി തീറ്റ ഈക്വൽ ടു എം ഡി ലാംഡ എന്ന് കിട്ടും. ഡി തീറ്റ ബൈ ഡി ലാംഡ ലെഫ്റ്റിൽ വെക്കുകയാണെങ്കിൽ എം ഡിവൈഡ് ബൈ ഡി കോസ് തീറ്റ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഒന്ന്, ഫോർ സ്മോൾ ആംഗിൾ ആണെങ്കിൽ ഇവിടെ കോസ് തീറ്റ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡി തീറ്റ ബൈ ഡി ലാംഡ ഈസ് ഈക്വൽ ടു എം ബൈ ഡി ആയിരിക്കും. എമ്മും ഡിയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡി തീറ്റ ബൈ ഡി ലാംഡ വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഈ റിലേഷൻ ഒബേ ചെയ്യുന്നതിന് നമ്മൾ നോർമൽ സ്പെക്ട്രം എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ഡി തീറ്റ ഈസ് പ്രൊപ്പോർഷൻ ടു ഡി ലാംഡ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ലാർജ് ആംഗിൾ ആണെങ്കിൽ ഡിസ്പെർഷൻ ഈസ് ഗ്രേറ്റർ അറ്റ് റെഡ് എൻഡ് ഓഫ് ദ സ്പെക്ട്രം, അതുകൊണ്ട് അവിടെ ഡീവിയേഷൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡി തീറ്റ ബൈ ഡി ലാംഡ ഈസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ ഡി കോസ് തീറ്റ ആയതുകൊണ്ട് ഡിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡി തീറ്റ. ഡി തീറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഡി. ഡി തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ 1/d. സ്മാളർ ദ ഗ്രേറ്റിംഗ് എലമെൻറ്റ് ഡി, ഈ ഗ്രേറ്റിംഗ് എലമെൻറ്റ് എന്നാണ് പറയുക. അത് ചെറുതാവും തോറും ആംഗുലാർ ഡിസ്പെർഷൻസ് കൂടുന്നതായിട്ട് നമ്മൾ കാണും. ഇനി ഇതാണ് നമ്മൾ ഡിഫ്രാക്ഷൻ ഡ്യൂ ടു ഗ്രേറ്റിംഗ് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ്. ഇത് സ്ലിറ്റാണ്, ഇതിന്ന് സോഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അത് ഈ ലെൻസ് കൺവേർട്ട് ചെയ്യും, അത് ഗ്രേറ്റിങ്ങിലൂടെ കടന്നു പോകും, അത് ഈ ലെൻസ് L2 അതിനെ ഈ സ്ക്രീനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് പോളിക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് എന്നാൽ വൈറ്റ് ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെക്ട്രം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. A parallel beam of the white light emerging from L1 falls on the grating and the diffraction pattern is observed on the focal plane of the lens L2. L2ൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിലാണ് നമ്മൾ ബാൻഡ് സ്പെക്ട്രമായിട്ട് ഡിഫ്രാക്ഷൻ സ്പെക്ട്രം ഒബ്സർവ് ചെയ്യുന്നത്. The lens L2 is actually the objective of the telescope. ടെലസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ആയിരിക്കും നമ്മൾ L2 എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് വ്യൂഡ് ത്രൂ ദ ഐ പീസ്. അപ്പോൾ ടെലസ്കോപ്പിൻ്റെ ഐ പീസിലൂടെ നമ്മൾ കാണും. ടെലസ്കോപ്പിലാണ് നമ്മൾ ശരിക്കും ഇമേജ് ഒബ്സർവ് ചെയ്യുന്നത്. സ്പെക്ട്രോമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. The angle of diffraction for various order of the grating spectrum can be measured, and knowing the value of d lambda wavelength can be calculated using the relation lambda equal to d sin theta by m ഉപയോഗിച്ച് നമുക്ക് wavelength കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നത്. ഇവിടെ നോർമൽ ഇൻസിഡൻസ് ആണ് നമ്മൾ വെക്കുന്നത്. ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി ഈ ട്രാൻസ്പാരൻ്റായ ഭാഗത്തിൻ്റെ വിഡ്ത്ത് എയും ഒപ്പക്കിൻ്റെ ഭാഗം ബിയും ആണെങ്കിൽ നമ്മൾ അങ്ങനെ കുറേ എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമ്മളെ ഇതെന്ന് പറയുന്നത്, അതല്ലേ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്താണ് എ, ഇതിൻ്റെ വിഡ്ത്താണ് ബി. അങ്ങനെയാണെങ്കിൽ A+B ആയിരിക്കും
മൊത്തം ഒരു സ്ലിറ്റ് ഒരു ഒപ്പം കൂടി വരും. ഇതിനാണ് നമ്മളെന്ത് പറയുന്നത്, ഗ്രേറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം എന്നിന് നമ്മൾ നമ്പർ ഓഫ് ദ ഗ്രേറ്റിംഗ് എലമെൻ്റ് ഇൻ യൂണിറ്റ് ലെങ്ത് ദെൻ ഡി ഈക്വൽ ടു 1/λ. രണ്ട് കാര്യങ്ങളാണ്. A+B ആണ് നമ്മൾ ഗ്രേറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് ഗ്രേറ്റിംഗ് എലമെൻറ്റ്സ് പെർ യൂണിറ്റ് ലെങ്ത് സ്മാൾ n ആണെങ്കിൽ ദ ഡി ഗ്രേറ്റിംഗ് എലമെൻറ്റ് A+B ഈക്വൽ ടു 1/n ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യലുണ്ട്. ഇനി റിസോൾവിംഗ് പവർ ഓഫ് എ ഗ്രേറ്റിംഗ് ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. It refers to the power of the distinguishing two nearby spectral lines. രണ്ട് spectral lines nearby spectra ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള പവറായിട്ട് നമുക്ക് റിസോൾവിംഗ് പവറിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് ദ ലാംഡ ഡിവൈഡ് ബൈ ഡി ലാംഡ ഓർ ഡെൽറ്റ ലാംഡ. ഡെൽറ്റ ലാംഡ എന്ന് പറഞ്ഞാൽ ദ സെപ്പറേഷൻ ഓഫ് ടു വേവ് ലെങ്ത്സ് വിച്ച് ദ ഗ്രേറ്റിംഗ് ക്യാൻ ജസ്റ്റ് റിസോൾവ്. ഗ്രേറ്റിങ്ങിന് റിസോൾവ് ചെയ്യാവുന്ന ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള രണ്ട് സ്പെക്ട്രകൾ തമ്മിലുള്ള സെപ്പറേഷനാണ്, വേവ് ലെങ്ത്തുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഡെൽറ്റ ലാംഡ ആക്കി എടുക്കുന്നത്. ലാംഡ ഒറിജിനൽ വേവ് ലെങ്ത്ത്. ഇവിടെ നമുക്ക് കാര്യം മനസ്സിലാക്കുക, ഡെൽറ്റ ലാംഡ ഡിക്രീസ് ചെയ്യുന്തോറും റിസോൾവിംഗ് പവർ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഡിപ്പെൻഡ്സ് ഓഫ് റിസോൾവിംഗ് പവർ ഓഫ് ഗ്രേറ്റിംഗ് ഓൺ നമ്പർ ഓഫ് ലൈൻസ് ആൻഡ് ഓർഡർ ഓഫ് സ്പെക്ട്രം. ഓർഡർ ഓഫ് സ്പെക്ട്രവും അതുപോലെ തന്നെ നമ്പർ ഓഫ് ലൈൻസ് ഓൺ ദ ഗ്രേറ്റിങ്ങും റിസോൾവിംഗ് പവറായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു റാലീസ് ക്രൈറ്റീരിയൻ, if the principal maximum corresponding to the wavelength lambda plus d lambda fall on the first minimum of the wavelength lambda. First minimum of the lambdയും principal maximum of the lambda plus d lambdയും ഒരുമിച്ച് വരികയാണെങ്കിൽ then the two wavelength lambda and lambda plus delta lambda are said to be just resolved. ഡെൽറ്റ ലാംഡയാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡയും റിസോൾവ്ഡ് ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡയുടെ മിനിമവും ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡയുടെ മാക്സിമവും ഒരേ പോയിന്റിൽ വരുമ്പോൾ അവ രണ്ടും നമുക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റിയതാണ് റാലീസ് ക്രൈറ്റീരിയ എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ലാംഡയുടെ മാക്സിമം ലാംഡ പ്ലസ് ഡി ലാംഡയുടെ മിനിമത്തിൽ. അപ്പോൾ ഒന്നിൻ്റെ മാക്സിമം മറ്റൊന്നിൻ്റെ മിനിമത്തിലാണ് വന്നു വീഴുന്നതെങ്കിൽ രണ്ടും സെപ്പറേറ്റ് കാണാൻ പറ്റും. ഇതാണ് റാലീസ് ക്രൈറ്റീരിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡി സൈൻ തീറ്റ ഈക്വൽ ടു എം ഇൻറ്റു ലാംഡ പ്ലസ് ഡി ലാംഡ അല്ലെങ്കിൽ ഡെൽറ്റ ലാംഡ എന്തായിരിക്കണം, ഡെൽറ്റ ലാംഡ എന്ന് വായിക്കും ഫോർ ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡക്ക്. ഇനി അതേപോലെ തന്നെ ഡി ലാംഡ ഈസ് ഈക്വൽ ടു എം ലാംഡ പ്ലസ് ലാംഡ ബൈ എൻ എന്നാണ് നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദ ഗ്രേറ്റിംഗ്. ഇത് ലാംഡക്കുള്ളതാണ്. ഇത് രണ്ടും ഒരേ സമയത്ത് സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡക്കുള്ള ഇക്വേഷനാണ്. ഇത് ഡെൽറ്റ ലാംഡ എന്ന് വായിക്കുക. ഇവിടെ നമ്മൾ 4 ലാംഡക്കുള്ളതാണ്. ഡി ലാംഡ ഈസ് ഈക്വൽ ടു ഇത് ലാംഡയുടെ മിനിമം, ഫസ്റ്റ് മിനിമം. ഇത് ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡയുടെ പ്രിൻസിപ്പൽ മാക്സിമം. ഇത് രണ്ടും ഒരേ പോയിൻ്റ് ആയിരിക്കണം, ഒരേ തീറ്റയ്ക്ക് അനുസരിച്ചായിരിക്കണം. അതാണ് നമ്മൾ രണ്ടും സാറ്റിസ്ഫൈ സൈമിൾട്ടേനിയസ്ലി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യണം. നമുക്ക് എന്ത് കിട്ടും, എം ഇൻറ്റു ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു എം ലാംഡ പ്ലസ് എൻ ലാംഡ ബൈ എൻ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ എം ലാംഡ പ്ലസ് എം ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു എം ലാംഡ പ്ലസ് ലാംഡ ബൈ എൻ. എം ലാംഡയും കട്ട് ചെയ്ത് പോവും. എം ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എൻ എന്നിട്ട് നമ്മൾ ലാംഡ ബൈ ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു എം എൻ എന്ന് കിട്ടും. ഇനി ലാംഡ ഡിവൈഡ് ബൈ ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് റിസോൾവിംഗ് പവറാണ്. അതുകൊണ്ട് ആർ ഈസ് ഈക്വൽ ടു എം എൻ എന്ന് കിട്ടും. അപ്പോൾ എം കൂടുമ്പം റിസോൾവിംഗ് പവർ കൂടും, ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് കൂടുമ്പം റിസോൾവിംഗ് പവർ കൂടും. ഇനി നമ്മൾ സോഡിയം D1-ൻ്റെയും സോഡിയം 2-ൻ്റെയും ലൈൻ 2-ൻ്റെയും തമ്മിലുള്ളൊരു എത്ര എൻ വേണം നോക്കുക, ഫസ്റ്റ് ഓർഡർ ഒബ്സർവ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും, എൻ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ എം ഡെൽറ്റ ലാംഡ എന്ന് കിട്ടും.
ഈ ലാംഡ ഫോർ ഇതിൻ്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് 5.89 × 10⁻⁵ സെൻറ്റിമീറ്ററാണ്. ഇനി എം ഫസ്റ്റ് ഓർഡർ എടുക്കുക. ഇനി ഡെൽറ്റ ലാംഡ D1നും D2ൻ്റെ ഇടയിലുള്ളത് 6 × 10⁻⁸ ആണ്. അവ തമ്മിൽ ഡിഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഏകദേശം 1000 എന്ന് കിട്ടും. അപ്പോൾ 1000 ലൈൻസ് ഉള്ളൊരു എങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓർഡർ D1നും D2 തമ്മിലുള്ള റിസോൾവിങ് പവർ നമുക്ക് കാണാൻ പറ്റുള്ളൂ, സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം ഓർക്കുക. അതുപോലെ മറ്റൊരു പോയിന്റ്, ഫോർ എ ഗിവൺ വിഡ്ത്ത് ഓഫ് ദ ഗ്രേറ്റിംഗ് DN × D ആയിരിക്കും. ഈ ഗ്രേറ്റിങ്ങിൻ്റെ വിഡ്ത്തും ടോട്ടൽ നമ്പർ N ആണെങ്കിൽ ഇതായിരിക്കും ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ N ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? D ഡിക്രീസ് ചെയ്യും. ഇനി D ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് ഹെൻസ് മാക്സിമം വാല്യൂ ഓഫ് ദി M ആൾസോ ഡിക്രീസസ്. അപ്പോൾ നമ്മൾ D sin θ = M ലാംഡ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കാണുന്നത്. മാക്സിമം നമ്പർ കാണണമെങ്കിൽ sin θ ക്ക് 1 കൊടുക്കുക. അപ്പോൾ ഈ D = 2.5 ലാംഡയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ D sin θ = M ലാംഡ എന്നുള്ളത് ഈ ഫോർ മാക്സിമം നമ്പറിന് ഇത് 1 ആയിരിക്കും. അതുകൊണ്ട് 2.5 ലാംഡ × 1 = M ലാംഡ കിട്ടും. ലാംഡ ബൈ M = 2.5 കിട്ടും. M എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ഓർഡറാണ്. അപ്പോൾ ഇവിടെ 2.5 എന്ന് പറഞ്ഞാൽ 2ലേക്ക് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അപ് ടു സെക്കൻഡ് ഓർഡർ വരെ കാണാൻ പറ്റുള്ളൂ D 2.5 ലാംഡ ആണെങ്കിൽ. ഇനി D = 1.5 ലാംഡ ആണെങ്കിലോ 1.5 ലാംഡ sin θ = M ലാംഡ കൊടുക്കണമെങ്കിൽ sin θ ഫോർ മാക്സിമം നമ്പറിന് ഓർഡറിൽ 1 അപ്പോൾ 1.5 ലാംഡ = M ലാംഡ അത് കിട്ടും. ലാംഡയും വെട്ടിപ്പോയാൽ നമുക്ക് M = 1.5 കിട്ടും. ഓൺലി ഫസ്റ്റ് ഓർഡർ പോസിബിൾ എന്നർത്ഥം. ഇത് ലിമിറ്റ് ചെയ്യും മാക്സിമം ഒബ്സർവ് ചെയ്യാവുന്ന ഓർഡറിന്. അപ്പോൾ നമ്മൾ പറഞ്ഞത് റിസോൾവിങ് പവർ, അതുപോലെ ഗ്രേറ്റിംഗ് ഉപയോഗിച്ച് നമ്മൾ വേവ് ലെങ്ത് കാണുന്ന കാര്യങ്ങൾ. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ്. ഇനി ഒരു ന്യൂമറിക്കൽ നോക്കാം. Consider a diffraction grating of 15,000 lines per inch. First question, show that if we use a white light source, the second and third order spectra overlap. ചെയ്തു. അപ്പോൾ രണ്ടിനും ആവശ്യമായിട്ടുള്ള തീറ്റ കണ്ടുപിടിക്കുക. ആ തീറ്റ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർലാപ്പ് ചെയ്യുന്നത് പറയാം. പിന്നെ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് ദ ഗ്രേറ്റിംഗ് എലമെൻറ്റ് D = 2.54 നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് ലൈൻസ് പെർ ഇഞ്ച് ഇത്രയാണെങ്കിൽ D എന്ന് പറയുന്നത് നമുക്ക് 2.54 ഡിവൈഡ് ബൈ ടോട്ടൽ ലൈൻസ് ആയിരിക്കും. അപ്പോൾ 2.54 ഒരു ഇഞ്ച് എന്നാൽ 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പെർ സെൻറ്റിമീറ്റർ ടോട്ടൽ സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ അതായിരിക്കും നമ്മൾ ഗ്രേറ്റിംഗ് എലമെൻറ്റ് D. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.69 × 10⁻⁴ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മൾ സെക്കൻഡ് ഓർഡറിന് തീറ്റ 2V എടുക്കുക, അതുപോലെ തീറ്റ 2R എടുക്കുക. സെക്കൻഡ് ഓർഡറിൻ്റെ വയലറ്റും റെഡുമാണ്. ഇനി അതേ തീറ്റ MV എന്നതാണ് ഏതാണ് ഓർഡർ ഏതാണ് കളർ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആംഗിൾ ഇങ്ങനെ കിട്ടും 28.2° വാല്യൂസ് കൊടുത്താൽ. ഇത് വയലറ്റിന് കൊടുത്ത കളറാണ് നമ്മളെ ഇക്വേഷനിൽ. 2D sin θ D sin θ = M ലാംഡ എന്നുള്ള ഇക്വേഷനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ റെഡിന് നമ്മൾ കളറിൻ്റെ വേവ് ലെങ്ത്ത് 7 × 10⁻⁵ സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. ഇത് നമ്മൾ ഡീൻ്റെ വാല്യൂ ആണ്. നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തതാണ്. D sin θ = M ലാംഡ and sin θ = M ലാംഡ ബൈ D. അപ്പോൾ തീറ്റ = sin ഇൻവേഴ്സ് ഓഫ് M ലാംഡ ഡിവൈഡ് ബൈ D എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇനി തേർഡ് ഓർഡറിൻ്റെ വയലറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 45. ഈ 55ൻ്റെ ഉള്ളിലാണ് ഈ 45 വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന അർത്ഥം. ഇനി നമ്മൾ ഇവിടെ 7 കൊടുക്കുകയാണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ 1 വരും സൈൻ്റെ വാല്യൂ. അത് ഇമ്പോസിബിൾ അല്ലേ. അതുകൊണ്ട് നമുക്ക് റെഡ് ലൈറ്റ് കാണാൻ തന്നെ പറ്റില്ല എന്നർത്ഥം. തേർഡ് സ്പെക്ട്രം റെഡ് കളർ നോട്ട് ബി ഒബ്സർവ്ഡ്. തീറ്റ റെഡ് തേർഡ് ഓർഡറിന് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും സൈൻ തീറ്റയുടെ വാല്യൂ. അതുകൊണ്ടത് കാണൂല. അതുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്തത്. ഇനി സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ആംഗുലർ സെപ്പറേഷൻ D1 and D2 ലൈൻസ് ഓഫ് സോഡിയം ഇൻ സെക്കൻഡ് ഓർഡർ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക ആംഗുലർ സെപ്പറേഷൻ. D sin θ = M ലാംഡ. അപ്പം നമുക്കറിയാം അതിൻ്റെ ഡിഫറൻസിയേഷൻ കാണുകയാണെങ്കിൽ നമുക്ക് D തീറ്റ നമ്മൾ ഡെൽറ്റ തീറ്റയും കണ്ടാൽ ഇക്വേഷൻസ് ഇങ്ങനെ കാണാതാ. വിത്ത് റെസ്പെക്ട് തീറ്റ ആകുമ്പോൾ D തീറ്റയ്ക്ക് വരെ ഡെൽറ്റ തീറ്റയും കാണലുണ്ട്.
അപ്പോൾ ഇവിടുന്ന് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ലാംഡ ഡിവൈഡ് ബൈ ഡി വരും. കോസ് തീറ്റ എൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇനി ഇത് ഡിഫറൻസിയേഷൻ ചെയ്താണ് ഡി കോസ് തീറ്റ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഈക്വൽ ടു എം ഡെൽറ്റ ലാംഡ എന്ന് കിട്ടും. അപ്പോൾ ഡി അല്ലെങ്കിൽ ഡെൽറ്റ തീറ്റ ഈക്വൽ ടു എം ഡെൽറ്റ ലാംഡ ഡിവൈഡ് ബൈ ഡി ഇൻറ്റു കോസ് തീറ്റയ്ക്ക് വരെ നമുക്ക് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കൊടുത്താണ് റൂട്ട് 1/2. ഇനി സൈൻ തീറ്റയുടെ വാല്യൂ എം ലാംഡ ഡിവൈഡ് ബൈ ഡി. therefore d equal to root of 1 minus m lambda by d all square in the root. അപ്പോൾ that is almost is equal to നമുക്ക് ഇനി എമ്മിൻ്റെ വാല്യൂ സെക്കൻഡ് ഓർഡർ അല്ലേ. പിന്നെ ഡെൽറ്റ ലാംഡ ഫോർ സോഡിയം ലൈൻസിൽ 3 ആണ് നമ്മൾ വരുന്നത്, നേരത്തെ നമ്മൾ കൊടുത്തല്ലോ. ഇനി ഡിയുടെ വാല്യൂ അതുപോലെ നമ്മൾ 2 ഇൻറ്റു ലാംഡയുടെ വാല്യൂ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മീൻ വാല്യൂ ലാംഡ ഫോർ സോഡിയം ലൈന് 6 × 10⁻⁵ ആണ്. വാല്യൂ സ്ക്വയർ റൂട്ട് കൊടുത്താൽ നമുക്ക് 0.0010 റേഡിയൻ എന്ന് കിട്ടും. അത് നമ്മൾ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ മിനിറ്റ്സിലേക്ക് കിട്ടും. 3.44 minutes എന്ന് കിട്ടും. ദസ് ഇഫ് വി യൂസ് ടെലസ്കോപ്പ് ഉപയോഗിക്കുക, ഇതിൽ 10 ഇരട്ടി മാഗ്നിഫിക്കേഷൻ ടെലസ്കോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 2 ലൈൻസും സോഡിയം D1 D2 ഏകദേശം 34.4 minutes സെപ്പറേഷൻ, ഏകദേശം 1/2 ഡിഗ്രി സെപ്പറേഷനിൽ നമുക്ക് അവയെ കാണാൻ പറ്റും. ഇപ്പോൾ ടെലസ്കോപ്പിൻ്റെ റിസോൾവിംഗ് പവർ ആംഗുലർ മാഗ്നിഫിക്കേഷൻ കൂടുന്നതോടെ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ഉള്ള D1 D2 കാണാൻ പറ്റും എന്നർത്ഥം. അപ്പം ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്, അതിൻ്റെ വർക്കിങ്, റിസോൾവിംഗ് പവർ അതുപയോഗിച്ചുള്ള പ്രോബ്ലംസ്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്.